ഒരുപക്ഷെ ഇതൊരു വലിയ വലിയ ആസൂത്രണത്തിൻ്റെ ഭാഗമാണോ എന്നറിയാം. എന്തായാലും CNG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ള കാര്യമാണ് പ്രാഥമികമായി വരുന്നത്. എന്നാൽ പോലീസ് മറ്റൊരു കാര്യവും തള്ളിക്കളയുന്നില്ല. ഈ CNG സ്ഫോടനം എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ പോലീസ് ചില വിവരങ്ങൾ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞെങ്കിലും അനൌദ്യോഗികമായി ഇതിലെ ഭീകരാക്രമണ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. ഒരു തിരക്കുള്ള സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് ആസൂത്രിതമാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ പോലീസ് തള്ളിക്കളയുന്നില്ല. അവിടേക്ക് NIA-യുടെ സംഘം എത്തിയിട്ടുണ്ട്. NSG അവിടേക്ക് കൂടുതൽ പരിശോധനകൾക്കായി വരും എന്നാണ് അറിയുന്നത്. തന്നെയുമല്ല, ഇതിനുശേഷം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുംബൈ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ വിവിധ നഗരങ്ങൾ, മറ്റ് വിവിധ പ്രധാനപ്പെട്ട നഗരങ്ങൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ മുംബൈയിലും UP-യിലെ ആരാധനാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ തന്നെ തെരച്ചിലും പരിശോധനകളും പതിവിൽ കവിഞ്ഞുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഈ പരിക്കേറ്റവരുടെ പരിക്കിൻ്റെ സ്വഭാവമൊക്കെ പരിശോധിക്കുമ്പോഴും അത് ഒരു വലിയ സ്ഫോടനം, അത് ആസൂത്രിതമായി നടത്തിയ സ്ഫോടനം എന്ന നിലയിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഒരു സ്ഥിരീകരണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. രാജ്യത്താകെ ഈ സ്ഫോടനത്തിന് ശേഷം വലിയ പരിശോധനകൾ, പോലീസിനോട് ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പോലീസ് മേധാവികൾ നൽകുന്നുണ്ട്. അത്തരമൊരു മുൻകരുതലുകളും ഈ നിലയിലുള്ള നിർദ്ദേശങ്ങളും വരുന്നത് അത് അസ്വാഭാവികമായ ഒരു സ്ഫോടനം തന്നെ ഡൽഹിയിൽ നടന്നു എന്നതിൻ്റെ സൂചനയായാണ് വിലയിരുത്തുന്നത്. കേവലം ഒരു കാറിൽ പൊട്ടിത്തെറിയുണ്ടായി, തീപിടിച്ചു എന്നതിനപ്പുറത്തേക്കുള്ള മാനങ്ങൾ അതിന് കൈവരുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരുപക്ഷെ നമ്മൾ ഉണർന്നത് തന്നെ ഡൽഹിയിലെ ഒരു വലിയ ഭീകരാക്രമണ പദ്ധതി സംബന്ധിച്ച് ഡൽഹി പോലീസും അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ഹരിയാന, അതുപോലെ ജമ്മു കാശ്മീർ പോലീസും നൽകിയ വിവരങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു. അതിനുശേഷം ഒരു 350 കിലോ സ്ഫോടക വസ്തു, പിന്നീട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതാണ്ട് 3000 കിലോ സ്ഫോടക വസ്തു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഡൽഹിക്കും പരിസര പ്രദേശങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തു. അതിൽ 7 പേര് കസ്റ്റഡിയിലായി തുടങ്ങിയ വിവരങ്ങൾ ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അന്വേഷണം വിവിധ മേഖലകളിൽ തുടരുന്നതിനിടെയാണ് ഈ വലിയ സ്ഫോടനം ഡൽഹിയിൽ നടന്നു എന്ന വിവരം വരുന്നത്. 6:55 സ്ഫോടനമുണ്ടായി. ഏതാണ്ട് 7:30യോടുകൂടി അതിൻ്റെ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നാണ് ഡൽഹിയിലെ ഫയർ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഇത്രയും മണിക്കൂറുകൾ, ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നീണ്ടുനിന്ന സ്ഫോടനവും തീപിടുത്തവും ആ മേഖലയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ആ മേഖലയിൽ മാത്രമല്ല, രാജ്യമാകെ ഏതാണ്ട് നടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഡൽഹിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഡൽഹിയിലെ NCR ആകെ ഒരു അതീവ ജാഗ്രതയിൽ തന്നെയാണ്. പോലീസ് വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി മുഖ്യമന്ത്രിയുമായും ഡൽഹിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും അനൗപചാരിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഒരുപക്ഷെ അല്പസമയത്തിനകം എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കൂടുതൽ സ്ഥിരീകരിച്ച വിവരം നമുക്ക് വരും എന്ന് ഈ ഘട്ടത്തിൽ കരുതാം. ഡൽഹി നടുങ്ങി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് 100% ശരിയാണ് എന്ന് തോന്നുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ബൽറാം കൂടി നമുക്കൊപ്പം ശരിയാണ്. ബൽറാം, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരണം അനുസരിച്ച് 8 പേർ മരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ കുറച്ചധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് LNGP ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ എന്തെങ്കിലും വിവരം ഇപ്പോൾ പങ്കുവയ്ക്കാനുണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തുണ്ടല്ലോ, അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിച്ചോ? SKN ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. എന്നാൽ അവർ ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ പ്രതികരണം എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത്. ആ നടപടികളാണ് പുരോഗമിക്കുന്നത്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം SKN ഉന്നത ഉദ്യോഗസ്ഥർ, അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, NIA ഉദ്യോഗസ്ഥരുണ്ട്, NSG ഉദ്യോഗസ്ഥരുണ്ട്, ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഉണ്ട്. ഇത്തരത്തിൽ 6 സംഘങ്ങൾ ഇവിടെ ഇപ്പോൾ പരിശോധനകൾ നടത്തിവരികയാണ്. അത് പ്രധാനമായും ഇതിൽ വ്യക്തമാകേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ സ്ഫോടനത്തിന്റെ കാരണം എന്ത് എന്നുള്ളതാണ്. പ്രാഥമികമായി ഈ കാറിൽ നിന്നുണ്ടായ സ്ഫോടനം എന്ന നിലയിൽ CNG സ്ഫോടനം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിക്കാൻ ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരണമില്ല. അതേസമയം ഒരു അട്ടിമറിയുടെ സാധ്യതകൾ ഒരു തരത്തിലും തള്ളിക്കളയുന്നില്ല എന്നതിനെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉന്നത സംഘങ്ങളെ, NSG, NIA സംഘങ്ങളെ ഇവിടെ എത്തിയത് നടത്തുന്ന പരിശോധനകളും അത് അതിന്റെ ഗൗരവം
ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഒരു സാധാരണ നിലയിൽ ഒരു CNG സ്ഫോടനത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആഘാതമല്ല ഇവിടെ ഉണ്ടായത് എന്ന വിലയിരുത്തലുകളും ഇതിനിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം നിരവധി പേർ, 5 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് കണ്ടു എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച വ്യക്തി ദൃക്സാക്ഷി അറിയിച്ചിരിക്കുന്നത്. അത്രത്തോളം വലിയ ആഘാതം ഇങ്ങനെ ഒരു സ്ഫോടനത്തിന്, സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ഒരു സിലിണ്ടർ സ്ഫോടനത്തിന് ഉണ്ടാകുമോ എന്നതും സംശയം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഒരു അട്ടിമറി സാധ്യതയും തള്ളിക്കളയുന്നില്ല ഉന്നത കേന്ദ്രങ്ങൾ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. 9 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് എന്നുമാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാനായത്. ചിന്നിച്ചിതറിയ മനുഷ്യ മാംസവും മറ്റും കാണാൻ കഴിയുന്ന അത്രത്തോളം ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.